ഒരു ഗിഫ്റ്റും കൂടി ബാക്കിയുണ്ട് ദുഃഖന്, ഇന്നലെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി നമുക്ക് അവരോട് തന്നെ വാങ്ങാം. ബാ. എന്താണ് നികിയെ അറിയുന്ന പണി ചെയ്താ പോരെ. നമ്മള് വീഡിയോ കാണുന്ന ആരെങ്കിലും പറയാ ഇത് നിക്ക് അറിയാത്ത പണിയാണെന്ന്. പക്ഷെ ചില ദിവസം അത് നമുക്ക് പറ്റിപ്പോവും. ഇതിനാണ് പറയണ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ വേണ്ടി പോണ്ടാന്ന്. പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് ഒരാള് പത്തിരിയും മുട്ടക്കറി എല്ലാം മുട്ട റോസ് എല്ലാം ആക്കാൻ. മുട്ട റോസ് ഇവിടെ ആയിരിപ്പുണ്ട്, പക്ഷെ പത്തിരി ഞാൻ മിക്കവാറും കടയിൽ പോയി വാങ്ങേണ്ടി വരും ഗൈസ്. ഇത് കണ്ട, ഇത് വെള്ളം കൂടിപ്പോയിട്ടാണോ എന്താണ് സംഭവിച്ചത്? വെള്ളം കൂടിപ്പോയി. ഇവള് മൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പൊടിഞ്ഞൊടിഞ്ഞു പോയാണ് സംഭവം. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അവര് ഇങ്ങ് വന്നതല്ലേ, ഇവിടെ ഒരാളെ സഹായിക്കുന്നുണ്ട്. മറയില് മാറിയെന്ന് പരത്തനുണ്ട് ഗൈസ്. എന്താ ശരിക്കും എന്താ പറ്റിയത്? ഇതെന്താ ആകൃതി? അമീബയാ ഇതേ സംഭവിച്ചിട്ടുണ്ടെങ്കില് ഇവര് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ല, ദുർഗമോളുടെ നമ്മുടെ എന്താ പറയാ പ്രായപൂർത്തി വയസ്സറിയിച്ചതിന്റെ ഒരു അല്ലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കുറച്ച് വൈകിയാ വന്നത്. ശരിക്കും പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ പുറപ്പെട്ടിട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് എത്തുമ്പോ കുറച്ച് ലേറ്റ് ആയി. ഒരു രാത്രി 1 മണി, രാത്രി 1 മണിയായപ്പോഴും ഇവര് അശ്വതിയും കണ്ണനും കൂടി വന്നിട്ടാ. ശരിക്കും പറഞ്ഞാല് ഇവിടെ എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അനിയത്തി തന്നെ എൻ്റെ മാമന്റെ മോള് അല്ലേ. അപ്പൊ ഹായ്, എന്താണ് നിച്ചപ്പൻ. അപ്പൊ മോനാണ് ഇവളുടെ. അപ്പൊ ഇവരെന്താക്കി, ഇവരപ്പ ഞങ്ങള് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലടി അച്ചു, കുഴപ്പമൊന്നും ഇല്ലാന്ന്. പക്ഷെ അവരിങ്ങോട്ട് പോകുന്നു പോരട്ടെ, എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്ക് പോകുന്ന കൂടുകയും ചെയ്യാമല്ലോ. കണ്ണനും ഉണ്ട്, കണ്ണനെ കാണിച്ചു തരാം. അപ്പൊ ഇവര് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് വന്നതിന്റെ ഒരു ഇതില് നികി ഇന്ന് സ്പെഷ്യലി പത്തിരിയും മുട്ടക്കറിയൊക്കെ ആക്കാന്ന് വിചാരിച്ച് കേറിയതാണ്. പക്ഷെ സംഭവം പണിപാളിയ പോലെ ഉണ്ട് അല്ലെ നികി? ടേസ്റ്റ് ഇല്ലെങ്കിൽ തിന്നോ, ടേസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങോട്ട് തിന്നോളൂ. അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിട്ട് വരാം. എന്നാ ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ 9 മണി വരെ ഞങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വിശന്ന് നിർത്തിയിട്ട് നേരത്തെ പോയി വാങ്ങൂലേ. എന്താ ചെയ്യ, ഈശ്വരം വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഇത് എങ്ങനെ നിന്ന് വയറിയാനാണ് എനിക്ക് എന്തുവാ ഗൈസ്. ഇതിനായിരുന്നു വിശന്ന് നിർത്തി 9-10 വരെ നിന്നത്. നാറാനൊന്നുമില്ല, ഞാൻ മൊത്തം നാട്ടിൽ. എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നിട്ട്? എങ്ങനെ പോകുന്നു സോളാറിന്റെ പരിപാടിയൊക്കെ? നന്നായിട്ട് പോണ. അത് എന്റെ വീഡിയോയില് കണ്ടിട്ട് 1-2 പേര് ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേട്ടന്റെ വീഡിയോയില് കണ്ടിട്ട് മിത്ര സോളാറിന്റെ ടീംസ് ആണ് വർക്കിനായിട്ട് ചെല്ലുമ്പോ ഇങ്ങനെ ബ്ലോക്ക് ഫോർ യുന്റെ പ്രധാനമന്ത്രി അടക്കം പറയുന്നുണ്ട് എല്ലാവരും സോളാറിലേക്ക് മാറുക, EV കാറുകളിലേക്ക് മാറുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അശ്വതിക്കൊക്കെ പ്രധാനമന്ത്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയെ കൊണ്ട് വരെ പറയിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ സോളാർ വെക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം, വിളിച്ചോ. ഇവര് വന്ന് വീട്ടിൽ വന്ന് വെച്ച് ഓൾ കേരള അത്രേ ഉള്ളൂ. അമ്മ എന്താണ് പരിപാടി? ഉപ്പാന്റെ നമ്പറിലേക്ക് അയക്കണ്ട, സിം കിട്ടൂല, ഗൾഫിൽ പോയില്ലേ. അപ്പം മോന്റെ നമ്പറിലേക്ക് മീൻ മേടിച്ചതിന്റെ പൈസ അല്ലേ ഗൂഗിൾ പേ ആക്കാൻ പറയുന്നല്ലേ? മീൻ വരെ ഗൂഗിൾ പേ ആണ് കൈസ് എല്ലാം അല്ലേ. പണ്ടൊക്കെ നമ്മള് അല്ലേ എന്ത് കറിയാണ്? അയല ഒരു ചിക്കൻ മേടിച്ചിട്ട് വരാം അല്ലേ? അല്ല ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഉച്ചക്കാലത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ആക്കേണ്ടി വരുമോ? അതെ, അല്ല ചോദിച്ചു മുൻകൂട്ടി ചോദിക്കാണ്. അല്ല ഇപ്പൊ തന്നെ സമയമായിട്ടുണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്. എന്നാ ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങട്ടെ. എന്താ ചെയ്യാ ഗൈസ്, ചായക്കടി ആക്കി വേറെ ഹോട്ടലിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടായി. ആക്കി പഠിക്കണോന്നോ സംശയമുണ്ട് ഇവര് രണ്ടാളും കൂടി. നിങ്ങൾ എന്തെങ്കിലും ആക്കി ഇപ്പൊ പിള്ളേരുണ്ടല്ലോ, അവരാലോചന ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം. കണ്ണാ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എന്താന്നറിയോ, ഇവിടെ ചായയും കടിയൊന്നും ആയിട്ടില്ല. ഇവര് ശ്രമിച്ചതെല്ലാം പരാജയപ്പെട്ടു. 2 ആളും കൂടി മൽപ്പെടുത്തുന്ന പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല.
നമുക്കൊരു കാര്യം ചെയ്യാം, ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചായക്കടി വാങ്ങിട്ട്. മുട്ടക്കറി അവിടെ ഉണ്ട്, പത്തല്. പക്ഷെ പത്തല് വെട്ടി അടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. നമുക്ക് തൽക്കാലം എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും കടയിൽ പോകേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞതില്ലേ, ഇവര് രാത്രി ഇങ്ങോട്ട് എത്തി. അപ്പൊ എന്തായാലും ഇനി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ തകർക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സോളാറിനെ പറ്റി കേട്ടോ. ആ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിളിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്കി ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്വന്തം വീഡിയോ ആണെന്ന് ആൾക്കാരായിരിക്കും വിളിക്കുക. അപ്പൊ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിരിക്കും അത് ചെയ്ത് തരും. ഇപ്പം പേടിക്കണ്ട. എന്തെങ്കിലും ചെയ്തെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ സെറ്റായിരിക്കും. കണ്ണനേ ഞങ്ങൾ എന്തായാലും ചായക്കടി വാങ്ങാൻ വേണ്ടി പോകാന്ന് വിചാരിച്ചു. അപ്പൊ കണ്ണൻ എന്തായാലും നമ്മുടെ കാറ് EV കാർ ആദ്യമായിട്ട് ഒന്ന് ഓടിച്ചു നോക്കുന്നതാണ് കേട്ടോ. ഇവർക്ക് ഉണ്ട് ഒരു വണ്ടിയെ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായ വീഡിയോയിൽ. ഇവരുടെ വണ്ടിയാണ്, ഇവരുടെതും EV തന്നെ കേട്ടോ. നെക്സോൺ EV കണ്ട. ഇതാണ് ഇവരുടെ വണ്ടി. പുതിയ എടുത്തത്, ഇപ്പം എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ. പിന്നെ അപ്പം നമ്മുടെ വണ്ടി ഒന്ന് വെറുതെ കണ്ണൻ ഓടിച്ച് നോക്കുന്നുണ്ട്. ഓടിച്ച് നോക്കിയിട്ട് പറയട്ടെ ഇങ്ങനെ ഉണ്ട്. ഇച്ചപ്പന് ഇഷ്ടമായ വണ്ടി? അമ്മയുടെ വണ്ടി ഇഷ്ടമായ? നമുക്കിവിടെ നേരെ ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് ഇറക്കണം, അതല്ലെങ്കിൽ അവിടെ ഇട്ട് തിരിച്ചിട്ട് ഇറക്കണം. അങ്ങനെയാണ് സ്ഥലമുള്ളത്. ഇപ്പം കണ്ണനിപ്പോൾ ഇവിടെ അങ്ങനെ ആദ്യമായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്നലെ കേട്ടോ നമ്മുടെ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടിയത്. ഫസ്റ്റ് 1500 കിലോമീറ്ററിൻ്റെ സർവീസൊക്കെ കംപ്ലീറ്റ് ആയി. ഇച്ചപ്പം പോവാം നമുക്ക്. ഇച്ചപ്പം ബാക്കിലാ? ഇവിടെ തുറക്കാൻ. ഇച്ചപ്പൻ എത്തുവാ? നിങ്ങളുടെ വണ്ടി പോലെ അല്ല ഇവിടെ തുറക്കുക. നമ്മള് കയറി. ഇച്ചപ്പം ദ ഗ്രേറ്റ്. ചായക്കടി വാങ്ങാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ ഇവരിതാ ചായക്കടി കഴിക്കലായി കേട്ടാ. എന്താ കണ്ണന്റെ അഭിപ്രായം? കണ്ണൻ പറയുന്നേ ഞങ്ങള് ഇവര് വാങ്ങിക്കൊണ്ടെന്നേലും അടിപൊളിയാണ്. ഷെയ്പ്പില്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലെങ്കിലും തിന്നാൻ രസമുണ്ട്. അല്ല ശരിക്കും അത് കണ്ണൻ കഴിച്ച് 2 എന്നിട്ടാ പറഞ്ഞത്. അപ്പൊ പൊറോട്ട അച്ചു ബാ കഴിക്ക്. പൊറോട്ട കഴിഞ്ഞ് എന്നെ ഓപ്പ് ചെയ്തെടുക്ക്. കണ്ട, അതാണ് നല്ല മനസ്സുള്ളവരെ ഉണ്ടാക്കിയത് എന്തും വേസ്റ്റ് ആവൂലെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇവര് കഴിക്കട്ടെ, ഞാനും കഴിക്കട്ടെ. ഉച്ചക്കാലത്തേക്കൊക്കെ അങ്ങനെ അല്ല, രാവിലത്തേക്ക് അങ്ങനെ കഴിഞ്ഞു. അതാണ് അടിപൊളി. ഞാൻ ഉണ്ടാക്കിയ പത്തലാണ് അടിപൊളി. അത് കേട്ടപ്പോ സന്തോഷായി. അപ്പൊ ഞാന് മാറ്റി വെച്ചിരുന്ന ഒരു പത്തലും കൂടി എടുത്ത് കഴിയും. സന്തോഷം കാണാൻ. പൊട്ടിപ്പോയിട്ട് മാറ്റി അത് കണ്ടിരാ നീ? ആ ചെടി ഒന്ന് എടുത്ത് പുറത്ത് വെച്ചാവും. താഴത്ത് വെച്ചാൽ എനിക്ക് പൊക്കാൻ വേണ്ടി പറ്റൂല. എന്താന്നറിയോ ആ ചെടിയല്ലേ കുറച്ച് ഇതായില്ല. അത് ഇപ്പുറത്തത് കുഴപ്പമില്ല, ഇപ്പുറത്തത് വാടി. അതെനിക്ക് കാട് പിടിച്ചത്. അതെ മോളെ, രാവിലെ നീ കലക്കി, ഉച്ചക്ക് നീ കലക്കാനുള്ള പരിപാടിയാണ്. എന്താ ചെയ്യണത് ഇപ്പൊ? ചിക്കൻ കറി നീ എപ്പോഴും വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഉള്ളി വാട്ടിയിട്ടൊക്കെ? എപ്പോഴും കുക്കറിലൊക്കെ അല്ലേ വെക്കലല്ലേ? ഇന്ന് മാറ്റി. അതെ. അപ്പൊ ഇന്ന് എന്താ ചെയ്ത? ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ടു. ഇനി അതെ തക്കാളി ഒക്കെ വാട്ടി ചിക്കൻ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് വാട്ടിയിട്ട് ചിക്കൻ അതിലേക്ക് ഇടും. എന്നിട്ടോ ആണോ? അമ്മനെ പറഞ്ഞ അമ്മ ഞാൻ വണ്ടിയില്ലല്ലോ. ലേശം ഇതാടി ഇതൊക്കെ ഇപ്പഴാ കാണിക്കുന്നത് കേട്ടാ. ആ പിന്നെ ഒരുപാട് പേരില്ലേ ഇതൊക്കെ മാറ്റിയാൽ അപ്പോഴേക്കും കൊടുത്തോളാം കേട്ടോ. പറഞ്ഞില്ല വേണ്ട, എൻ്റെ മൂക്ക് വാങ്ങിയാലും മൂക്ക് കൊടുത്തോളാം. പിന്നെ ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ മോക്ക് നല്ലത് വരട്ടെ, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. മോളോട് എന്താ പറയാ, ഉമ്മ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് വിളിച്ച്. അപ്പം എല്ലാവരോടും എന്താ പറയാനുള്ള എൻ്റെ മോക്ക്? ഇല്ലാന്ന് തോന്നല്ലേ? താങ്ക് യു. അതെ, നമ്മളെ സ്വന്തം മോളെ പോലെ കാണുന്നതിനൊക്കെ ഒരുപാട് നന്ദി അല്ലേ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ വെച്ചാൽ പറഞ്ഞിരുന്നു മോൾക്ക് 7 വയസ്സ് കഴിഞ്ഞു, 7.5 വയസ്സായിന്ന്. പക്ഷെ അത് സോറി ഇന്ദുവിൻ്റെ 11.5 വയസ്സായിന്ന് മാറിപ്പോയി. സോറി ഗൈസ്,
ഇന്ദ്രുവിൻ്റെ പോയി 11.5 വയസ്സായത് ഇന്നലെയും പറഞ്ഞു. ഇനിയിപ്പോ മോള് 7th-ലേക്കാണ്. ആരൊക്കെയോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 7th-ലേക്കാണ് അല്ലേ. ഇത് നന്നായി പഠിക്കണം. ഒക്ടോബർ 30 വരുമ്പോ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതിപ്പോ നമുക്ക് ഒരു ഗിഫ്റ്റും കൂടി ബാക്കിയുണ്ട് ദുഃഖന്, ഇന്നലെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി നമുക്ക് അവരോട് തന്നെ വാങ്ങാം. ബാ അശ്വതി വന്നിട്ട് കണ്ട സഹായിക്കാണ് വെറുതെ ഇരിക്കല്ല. എനിക്ക് ഞാൻ ഇളക്കണടി സഹായിക്കാടി നിന്നെ ഇളക്കി സഹായിക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ അങ്ങനെ കൊച്ചു കൊച്ചു പണികളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ചിക്കൻ തട്ടാനായാ നമ്മുടെ തട്ടാം. അതെന്താ എന്താ അത് രഹസ്യം ഉണ്ടായില്ലേ? അതും കൊളാക്കാനായിക്കോളൂ. ഇവിടെ നമ്മുടെ ടീംസിനൊക്കെ ചോറ് വാരി കൊടുക്കലായി കേട്ടാ. ഇന്ദ്രുവിനും നിച്ചപ്പനും ചോറ് വാരി കൊടുക്കണം. അതെന്താ ഇവര് കളിച്ചോണ്ട് ചോറ് കഴിക്കാനാണ് കണ്ടത്. ഓടിച്ച് പഠിക്കണ കാണുന്നത്. പോയി കഴിക്ക് ചെല്ലി രണ്ടാളും. ഇവിടെ പെൺകുട്ടികളുടെ കാര്യം പറയണെങ്കിൽ രണ്ടുപേരും ഇവിടെ വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വതിയെല്ലാം വന്നു കഴിഞ്ഞാൽ ദുർഗക്ക് കൂട്ടുണ്ട്. കാരണം ഇവിടെ ഒരാളുണ്ട്, നമ്മുടെ നിയമോള്, അശ്വതിയുടെ മൂത്ത മോള്. ആകെ ദുർഗക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിയമോളേ ഉള്ളു. പിന്നെ ഇടയ്ക്ക് ഷാനുവിൻ്റെ അടുത്തെല്ലാം പോകുമ്പോൾ മാളൂസു, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആരൂട്ടി അജിഷേന്റെ കുഞ്ഞു, ഇവരൊക്കെ ഉള്ളു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടോളൂ ദുർഗക്ക് ഇതുപോലെ അല്ലേ. മക്കളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി ഇതാ ഓക്കെ കണ്ണനും ഇരുന്നു. അച്ചുവിനും ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും ചോറെടുക്കട്ടെ. അമ്മ ഇത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ദുഃഖമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ദൈവമേ ചിക്കൻ കറിയിൽ എനിക്ക് വലിയൊരു ഇപ്രാവശ്യം എല്ലാം ഒരു ശരിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നേ. ഇല്ല കറി കൊള്ളൂല. കറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓ ഭാഗ്യം തന്നെ. ഇതാ ഞാൻ ഇന്ന് പ്രത്യേകിച്ചൊന്നും ആക്കിയില്ല. ചിക്കൻ കറി, മീൻ വറുത്തത്, കേബേജ് വറുത്ത്, കച്ചമ്പർ, പപ്പടം എടുക്ക്. അതാ പപ്പടം വേറെ തന്നെ മാറിയിരിക്കുന്നു. അപ്പൊ തുറക്ക് പപ്പടം. ഇവരെ ഇന്നലെ വണ്ടി ഓടിച്ച് എറണാകുളത്ത് നിന്ന് നേരെ കണ്ണൂർക്ക് വന്നതാണ്. അപ്പോൾ ചാർജ് ചെയ്തില്ല അവിടെ നിന്ന്. അപ്പോൾ വണ്ടിയിൽ 15% ചാർജേ ഉള്ളൂ. നമ്മൾ പിന്നെ കണ്ണൂരിൽ വന്നിട്ട് ചാർജ് ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. വീട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ കുറേ ടൈം ആവൂലേ. ചാർജ് ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങി ഇവിടെ ചാർജിങ് സ്റ്റേഷൻ പരതി കണ്ണൂർ ഇങ്ങ് നമ്മുടെ താണ അടുത്തെത്തി. ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഫുൾ വണ്ടികളാണ്. ഒരു പഞ്ച്, ഒരു ചെറിയ വണ്ടി, ഈ ഒരു വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്ത് പോകുന്നു. പിന്നെ ഒരു വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി കയറുന്നു. ഇനി നമ്മുടെ വണ്ടി ചാർജ് ചെയ്യണത്ര. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി അവർക്ക് സെറ്റായി. ഇനി ആ വണ്ടി പോയി കഴിഞ്ഞാൽ ഇത് കാര്യമില്ല. ആ വണ്ടി പോയി കഴിഞ്ഞാലേ നമുക്ക് കുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇനി വേറെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല. വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചാർജ് തീർന്നു പോയാൽ പണി കിട്ടും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. EV കാറുകൾക്ക് അങ്ങനെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല. ദൂരമൊക്കെ പോകുമ്പോൾ ചാർജിങ്ങിൻ്റെ സ്ഥലമൊന്നും കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ വണ്ടി ചാർജ് ചെയ്ത് വന്നപ്പോഴേക്കും നല്ലൊരു സമയമായി. ആദ്യം പോയ ചാർജിങ് സ്റ്റേഷനിൽ ചാർജില്ല, ഇപ്പഴത്തെ ചാർജ് സ്റ്റേഷനിൽ പോയി വണ്ടി ഉണ്ട്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ സമയം ഇത്രയും പ്ലാനിങ്ങുകളൊക്കെ പോയി. ഇപ്പൊ സമയത്തിനായി 6:20. ഇനിയാണ് പിള്ളേർക്ക് കൊണ്ട് പിള്ളേരൊക്കെ നിന്ന് മടുത്ത് ഇവരെയും കൊണ്ട് പാർക്കിലൊക്കെ പോവാന്ന് പറഞ്ഞത്. ഇനി പാർക്കിലൊന്ന് പോവാന്ന് വിചാരിക്കുന്നു. അത് കാണിക്ക് പറഞ്ഞ പോലെ. അശ്വതി നീ ഐശ്വര്യമായിട്ട് അശ്വതി കണ്ണനോട് ആ ഗിഫ്റ്റ് ആണ് കൊടുത്തേ. ഇനി ലേറ്റ് ആക്കണ്ട. വാ കൊടുക്ക്. ഞാൻ അങ്ങനെയല്ല എനിക്ക് മര്യാദ കൊടുക്ക്. ആ അപ്പൊ അതെ എന്തായാലും നമ്മുടെ വല്യമ്മയുടെ ചിറ്റന്നെ ചിറ്റയുടെ വക ചിറ്റന്റെ വക ദുർഗമോർക്ക് ഒരു സമ്മാനം. എന്റെ ദൈവമേ സ്വർണ്ണമാണ്. നല്ല അടിപൊളി ഒരു കമ്മലാണ് കേട്ടോ. ഒരു നല്ല ബട്ടർഫ്ലൈ കമ്മല്. ദുഗുന് വേണമെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ കമ്മലല്ലേ നല്ലത്. അപ്പൊ ഇട്ടിട്ടൊക്കെ പോവാം. ഇതാ നല്ലൊരു കമ്മല്. അച്ചോ ഇതൊന്നും വേണ്ടായിരുന്നു കണ്ണാ. കമ്മലൊന്നും ആവശ്യമില്ലായിരുന്നു. വല്ല മാലയോ നെക്ലസോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു. അല്ലേ? കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇത് കമ്മല് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. പോട്ടെ, എന്തായാലും തന്നതല്ലേ അല്ലേ.
തമാശ പറഞ്ഞ എന്തായാലും വന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ അത് സമയം കണ്ടെത്തി ഓടി വന്നില്ലേ, അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമ്മളിനിപ്പോ ഇവിടെ നിന്ന് ചായ കുടിക്കട്ടെ. എന്നാലും നമ്മളെ കടി പരീക്ഷണത്തിന് നിന്നില്ല, കാരണം രാവിലെ എനിക്ക് ഇതാക്കിയതല്ലേ, കൊളാക്കിയല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് കടി വാങ്ങി, പഴംപൊരി, സുഗേൻ, ബോണ്ട, പപ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ചായ എടുത്ത് എന്തിനോ എല്ലാരും ചായ കുടിച്ചാൽ എന്നാലും പാർക്കിലൊക്കെ പോകുള്ളു. നിച്ചപ്പാ ചായ കുടിക്കാം, എന്നാലും പാർക്കിലൊക്കെ പോകുള്ളൂ. എല്ലാരും ഒരു കടിയും കട്ടൻ ചായ കുടിക്കും. നമ്മ കട്ടൻ കുടിക്കട്ടെ, നിങ്ങളെല്ലാം കട്ടൻ കുടിച്ചിരുന്നു. എന്നാ കട്ടൻ അടിക്കട്ടെ അണ്ണാ. ചിയേഴ്സ്. ചിയേഴ്സ്. അപ്പൊ എന്തായാലും സമയം ലേറ്റ് ആയാലും എല്ലാരും വന്നതല്ലേ, ഞങ്ങൾ എല്ലാരും കൂടി വെറുതെ ഒരു ചെറിയൊരു യാത്ര അല്ലേ, നമ്മുടെ കണ്ണൂരൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞങ്ങള് എന്തായാലും ഇവരെയും കൊണ്ട് ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ചാൽ ബീച്ചിലേക്ക് വന്ന്. എടി അത് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നീ പോയിട്ട് കൂടെ വാ. തവള വിഴുങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ചാൽ ബീച്ചിലൊക്കെ നമ്മള് ഒരുപാട് വന്ന് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്, കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ല. എന്തായാലും വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ച്. ബീച്ചാണ് ആ കാണുന്നേ. നന്നായി. ഇനി അങ്ങനെയൊക്കെ തന്നെ എനിക്ക് അവിടെ നിന്ന് ഇരിക്കുക, ഇവിടെ ഇരിക്കുക, അതിന്റെ അപ്പുറം വന്നിരിക്കുക, അങ്ങനെയൊക്കെ തന്നെ. ദുർഗപ്പെട്ടിട്ടാ ഉള്ളേട്ടാ. അതിന്റെ മോളിൽ കയറിയിട്ടുണ്ട്. ദുർഗോ ഇത് ഇവിടുന്ന് കയറിപ്പോയതാണ് കേട്ടോ ദുർഗു. അങ്ങ് പോക്കത്തേട്ട് ചെറിയൊരു പാർക്ക്, കുട്ടികൾക്കെല്ലാം ചെറിയൊരു വൈകുന്നേരങ്ങളൊരു എന്റർടൈൻമെന്റ്. നമുക്ക് ഊഞ്ഞാലാടാം. ഞങ്ങളങ്ങനെ ഇവിടുന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം 8 മണിയുമായി. അപ്പൊ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു ഫാമിലി വണ്ടിയായിട്ട് വന്നത്. അങ്ങനെ അവരെ കൂടി കണ്ടു, കാണുന്നവരാണ് അവരെ കൂടി കണ്ടു. വീടിന്റെ അടുത്താണ്. ഓ ആണോ? അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷം കണ്ടതില്. നിങ്ങൾ എവിടെ സ്ഥലം എവിടെയപ്പോ? കണ്ണാടിപ്പറമ്പാണ്. പറമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ആയില്ലേ അല്ലേ? എന്തായാലും എല്ലാരും കണ്ടതിൽ സന്തോഷം. ഞങ്ങള് പോവാൻ പോകുന്ന കറക്റ്റ് സമയത്താണ് നിങ്ങൾ. മഴ വരുന്നുണ്ട്, നമുക്ക് വേഗം ഒരു ഫോട്ടോ എടുക്കാവാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്നലെ നമ്മള് ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് നമ്മള് കണ്ടത് അല്ലെ. അതിനുശേഷം പിന്നെ നമ്മള് നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്തോ ഏതോ എങ്ങനെയോ നമ്മള് ഇതാണ് കവി ഉദ്ദേശിച്ചത്. ഗൈസ് ഒരു സത്യാവസ്ഥ ഞാൻ പറയട്ടെ, പാവങ്ങള് ഇന്നലെ പോണ്ടതാണ് ഇവരെ. എനിക്ക് ഇന്നലെ തൊട്ടുള്ള പിടുത്താണ്. നിങ്ങള് പോവല്ലേ, നാളെ പോ, അങ്ങനെ പോ, ഇങ്ങനെ പോ, മറ്റന്നാ പോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പോ എല്ലാം പറഞ്ഞു. എനിക്ക് ഇപ്പൊ അന്ന് മനസ്സിലായേ. നിനക്ക് മനസ്സിലായ സംഭവം? ഇന്നലെ ഇന്നലെ പുള്ളിക്കാരത്തി പരാജയപ്പെട്ടു മറ്റേ പത്തലുണ്ടാക്കിയിട്ട്. അപ്പൊ നല്ല പത്തലുണ്ടാക്കി ഇവരെ കൊണ്ട് കഴിപ്പിക്കണം, എന്നിട്ട് വിടുവോളെന്നുള്ള വാശിയായിരുന്നു. എന്നിട്ട് കാണിച്ചടി പത്തല് വിജയിച്ചിരിക്കുന്നു കൈസ്, വിജയിച്ചിരിക്കുന്നു. എവിടെയായിട്ട് എനിക്ക് നിന്റെ പത്തല് സെറ്റായ? ഓ ഗൈസ് നോക്കൂ, ഇതാ കാണൂ, എനിക്ക് ഇവിടെ നല്ല അടിപൊളി പത്തൽ. കൊള്ളാം. പഠിച്ച് വിടുവോളെന്നുള്ള ഒറ്റ വാശിയിലാണ്. ഇവിടെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നമ്മള് ചിക്കൻ കറി ഞാളൊക്കെ തരാൻ എനിക്ക് ചിക്കൻ കറിയാണിത്. അപ്പൊ എന്തായാലും കുടിച്ചിട്ട് പോയാ മതി. ഇനി ഇന്ന് ശരിയായില്ലെങ്കിൽ നാളെ ശരിയാക്കി തരും. ഇതിന് സൂപ്പറായിട്ട് ഇന്ന് സക്സസ് ആയിരുന്നു. മറ്റേ നമ്മൾ ഇതിൽ കാണാറില്ലേ, ഈ ഹസ്ബൻഡ് വൈഫൊക്കെ കോമഡിയിലേക്ക് കാണാറില്ലേ, ഒരു സൈഡിൽ എന്തെങ്കിലും കൊള്ളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഭാര്യ സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കുന്നില്ല, കുറെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ മുഖമൊക്കെ ജീവിക്കുന്നത്. അതുപോലെ ഇന്നിത് ശരിയായതുകൊണ്ട് നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ വിളിക്കുന്നതാണ്. അത് സക്സസ് ആയില്ലെങ്കിലുള്ള മാവാണിത്. ബാക്കി നാളത്തേക്ക് നടക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാൽ ഇത് കലക്കി ഗൈസ്. ഇതാ നല്ല അടിപൊളി ചിക്കൻ കറിയും പത്തലും കണ്ട, കാണാൻ തന്നെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എനിക്ക് ഇന്നലെ കളിയാക്കിയെങ്കിലും ഇന്ന് അവളെ തിരിച്ചു പിടിച്ച്
എന്നാ പിന്നെ കഴിച്ചു നോക്കട്ടെ. കണ്ണ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയേ? കൊള്ളാം. അപ്പൊ എന്തായാലും അടിപൊളി. ഇന്നലെ പറഞ്ഞല്ല കാണാൻ ടേസ്റ്റ് ഉണ്ട്. നീ ഇന്ന് മറ്റേ വലിയ കയ്യിലായിട്ട് വന്നിട്ട് അടിക്കാൻ പോണവരെ വന്നിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നു. കൊള്ളാം കൊള്ളാം. ഇതാണ് സബ് ജയില്, നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലില്ലേ? സെൻട്രൽ ജയിൽ അപ്പുറം സബ് ജയില്. കണ്ണൂർ സബ് ജയിലിലാന്നൊക്കെ, കണ്ണൂർ സബ് ജയിൽ ഇതാണെന്നൊക്കെ അറിഞ്ഞിരിക്കട്ടെ. ഞങ്ങളെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഹായ്, ഭക്ഷണം കഴിച്ചാ? ഓ ആയിക്കോട്ടെ, സന്തോഷം. ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ പുലരിയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ വന്നിട്ടെന്താ നമ്മൾ ഫുൾ ടൈം പുറത്തുനിന്നാണോന്നല്ലേ? അങ്ങനെയൊന്നുമല്ല, നമ്മൾ സമ്മിശ്രമായിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് പുറത്തുനിന്ന്, ഇടയ്ക്ക് വീട്ടിൽ നിന്ന്. അതെ, ഇടയ്ക്ക് വീട്ടിൽ നിന്ന്, ഇടയ്ക്ക് പുറത്തുനിന്ന്, അങ്ങനെയാണ്. പോട്ടെ, നമുക്ക് നമ്മുടെ പുലരി എന്തായാലും പുലരിയിലൊന്ന് ഇവിടെ 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 കയറിക്കോ, ഇവിടെ കയറിക്കോ, കയറിക്കോ. ഞങ്ങളങ്ങനെ ഇവിടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഐക്കൂറ ഫ്രൈ, പിന്നെ ഇതാ കൂന്തൽ ഫ്രൈ, ഇതൊക്കെയാണ് സ്പെഷ്യൽ. അപ്പം എല്ലാവരും കൂടി ചോറങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച്. പുലരിയിലെ ചോറ് എന്തായാലും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു, നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ എന്താ, ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയിന്. നമ്മളെന്തായാലും പോണ വഴിക്ക് തന്നെ കണ്ണൂർ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ദുർഗയുടെ മറ്റേ ഇന്നലെ എടുത്ത ഡ്രസ്സില്ല, അതൊന്ന് മാറ്റി കൊടുക്കണം നമുക്ക്. അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. നാളെ ഞങ്ങൾ എറണാകുളത്തേക്കാണ്. ഇന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരുമിച്ച് നാളെ അങ്ങോട്ടേക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഇവർക്ക് ഇന്ന് അങ്ങോട്ട് പോയിട്ട് എന്തെല്ലോ കാര്യങ്ങളുണ്ട്. ഇവരുടെ സോളാർ എവിടേക്കോ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇവരിങ്ങനെ കേരളത്തിൽ നടന്ന് സോളാർ ഫിറ്റ് ചെയ്തിരിക്കണം. അത് നമ്മുടെ വണ്ടി എന്തൊരു മാറിക്ക് വേണം പോകാൻ. അപ്പോൾ അതിനിടയ്ക്കൊരു വണ്ടി വന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒതുങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ സോളാർ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി സോളാറിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക അല്ലേ? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഇവർ പോട്ടെ, വേറെന്താ അല്ലേ അശ്വതി? ഇനി നമുക്ക് അവിടെ വന്നിട്ട് കാണാം. നാളെ കാണാം. നാളെ ഇന്ന് ഇവർ ഇങ്ങോട്ട്, നാളെ ഞങ്ങൾ അങ്ങോട്ട്. ഇച്ചപ്പാ മുട്ടിയ നീ മോളെ. ഓക്കെ, നാളെ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. എന്നാ വിട്ടോ, ബൈ. ഈ വ്ളോഗും അതിൻ്റെ പഠിച്ചേക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇവർ വന്നൊരു വ്ളോഗായിരുന്നു. ഇവർ പോകുമ്പോൾ പിന്നെ ഇനി വ്ളോഗ് തുറന്നിട്ട് കാര്യമില്ല. അപ്പം ടാറ്റ, ബൈ. ഇന്നേക്ക്